എന്താണ് യഥാർത്ഥത്തിൽ വാലന്റൈൻസ് ഡേ? എന്താണ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? പുതിയ തലമുറ അറിയണം. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്നതാകുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കത്തോലിക്ക ബിഷപ്പിന്റെ പേരായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ്. റോമിലെ ഭരണാധികാരിയാകുന്ന ക്ലോഡിയസ് ചക്രവർത്തി ഒരു നിയമം പാസാക്കി. നാട്ടിലുള്ളതാകുന്ന യുദ്ധത്തിന്റെ വിളംബരമുണ്ടാകുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യുദ്ധത്തിനൊന്നും വരാതെ പരിപൂർണമായി കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം വിവാഹം കഴിച്ചവരിലുണ്ടായിരിക്കെ രാജാവ് ക്ലോഡിയസ് ചക്രവർത്തി പറഞ്ഞു, ഇനി ഈ നാട്ടിൽ ആരും വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിക്കൽ നിർത്തലാക്കാൻ കർശന നിയമമായി വിലക്കേർപ്പെടുത്തി. പക്ഷെ ഈ വിലക്കേർപ്പെടുത്തിയതാകുന്ന വിവരം കത്തോലിക്ക ബിഷപ്പാകുന്ന വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിക്കും അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? രഹസ്യമായിട്ട് സ്നേഹിക്കുന്നതാകുന്ന കമിതാക്കളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ തുടങ്ങി. രഹസ്യമായി ബിഷപ്പ് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി. പ്രണയ ജോഡികളെ രഹസ്യമായി വിവാഹം ചെയ്തു കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു ജയിലടച്ചു. എന്നാൽ ജയിലിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ജയിലറാകുന്ന അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെതാകുന്ന മകൾ അന്ധയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണാണ്. അവളെ ഇടയ്ക്കിടയ്ക്ക് ജയിലറെ കാണാൻ വേണ്ടി അവിടെ വരും. ഉപരി പിന്നെ അവിടെ നിന്ന് ചെയ്തു, ആ അന്ധയാകുന്ന പെണ്ണിനെ അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിലറുടെ മകളുമായി പ്രണയത്തിലായി. പ്രണയം പാടില്ല, വിവാഹം പാടില്ല എന്നൊക്കെ കർശനമായി രാജാവ് വിലക്കേർപ്പെടുത്തിയിരിക്കുക. എന്നിട്ട് അതിന് വിഘാതമുണ്ടായപ്പോഴാണ് ജയിലിലിട്ടത്. ആ ജയിലിലും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ അവന്റെ തല വെട്ടിക്കോളാൻ പറഞ്ഞു. വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പിന്റെ തലവെട്ടാൻ AD 270 ഫെബ്രുവരി 14 ഓർഡർ ഇടുകയാണ്. തലവെട്ടുന്ന ദിവസം 14ന്റെ ദിവസം എത്തി. അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഫ്രം യുവർ വാലന്റൈൻ, നിന്റെ സ്നേഹനിധിയാകുന്ന വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരു കത്ത് അദ്ദേഹം തന്റെ അസ്റ്റീരിയസിന്റേതാകുന്ന ജയിലറുടെ മകളാകുന്ന പ്രണയ ജോഡിയാകുന്ന അന്ധയായ പെണ്ണിനെ കൈമാറിയെന്നാണ് ചരിത്രം. ഫെബ്രുവരി 14 പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ നാട്ടിൽ കോലാഹലമുണ്ടായപ്പോ തലവെട്ടിയെടുക്കുകയും ചെയ്തതാകുന്ന ദിനത്തെ നിലനിർത്തിക്കൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് ഇന്നും ആ പാശ്ചാത്യരുടേതാകുന്ന ജീവിത ശൈലി നമ്മുടെ തലമുറയിൽ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസത്തെ പ്രണയ കാമുകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ പൂവൽ കൈമാറ്റം കൊടുക്കുക. ഞാനിത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മൾ ഇന്നും പാശ്ചാത്യരെ പിൻപറ്റുന്ന ശൈലിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ആഖിറം നഷ്ടമായി പോകും.